കണ്ണൂർ CPM-ൽ ഫണ്ട് തിരിമറി ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെതിരെ നടപടി വരാൻ സാധ്യത. വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും സാധ്യതയുണ്ട്. CPM സംസ്ഥാന കമ്മിറ്റി നടക്കുന്നതുകൊണ്ട് തിരുവനന്തപുരത്തായിരിക്കും ഈ തീരുമാനമെടുക്കുക. പാർട്ടിയെ തിരുത്താനാണ് താൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്ന് വി കുഞ്ഞികൃഷ്ണൻ അല്പം മുമ്പ് 24-നോട് പറഞ്ഞു. താൻ CPM വിടില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുന്നു. മറ്റു പാർട്ടിക്കാരും തന്നെ അന്വേഷിച്ച് വരേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെറ്റ് സംഭവിക്കുമ്പോൾ, പോരായ്മകൾ സംഭവിക്കുമ്പോൾ അത് വിമർശനത്തിലൂടെ തിരുത്തിക്കുക എന്നുള്ളത് ഓരോ പാർട്ടി സഖാവിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് തിരുത്താൻ സാധിക്കില്ലെങ്കിൽ ചിലപ്പോൾ ബംഗാളിൻ്റെ അവസ്ഥ കേരളത്തിലും ഉണ്ടായേക്കാം എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഞാൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും മോഹമുണ്ടെങ്കിൽ അവർ വരേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കാൻ. ഓക്കെ, അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, വിശദാംശങ്ങൾ. യഥാർത്ഥത്തിൽ പാർട്ടിക്ക് ഓർക്കാപ്പുറത്ത് ഏറ്റ ചില വിമർശനങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഇത്രയും ശക്തമായി ഈ കുഞ്ഞികൃഷ്ണനെ പോലെ അറിയപ്പെടുന്ന ഒരാൾ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പാർട്ടി പ്രതിരോധത്തിലായോ? ഉറപ്പായിട്ടും. കാരണം ഈ വിഷയം തുടങ്ങുന്നത് തന്നെ 2017 ആ സമയത്താണ് തുടങ്ങുന്നത്. ആ സമയത്ത് തന്നെ ഈ വി കുഞ്ഞികൃഷ്ണൻ ഈ വിഷയത്തെപ്പറ്റി പാർട്ടിയിൽ തന്നെ സൂചനകൾ നൽകിയിരുന്നു. അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം ഏരിയ സെക്രട്ടറിയായി വന്നപ്പോഴാണ് ഈ ക്രമക്കേടുകൾ സംബന്ധിച്ച് നേരിട്ട് തനിക്ക് ഇക്കാര്യത്തിൽ ബോധ്യപ്പെട്ടത്. പ്രത്യേകിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട കൂടുതൽ കൃത്രിമത്വം തനിക്ക് ബോധ്യപ്പെട്ടത് എന്ന് വി കുഞ്ഞികൃഷ്ണൻ തന്നെ പറയുകയുണ്ടായി. മാത്രമല്ല, 2016 ധൻരാജ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാനായി രക്തസാക്ഷി ഫണ്ട് സ്വരൂപണം നടത്തുന്നു. ഈ ഫണ്ട് സ്വരൂപണത്തിലടക്കം വലിയ ക്രമക്കേടുകളുണ്ടെന്ന് കണ്ടെത്തുന്നു. കൂടാതെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ കെട്ടിട നിർമ്മാണം, അതിലും വലിയ ക്രമക്കേടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ഇത് പാർട്ടി നേതൃത്വത്തെ അന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അന്ന് TV രാജേഷും PV ഗോപിനാഥുമായിരുന്നു ആ അന്വേഷണ കമ്മീഷന്റെ ഉണ്ടായിരുന്നവർ. അവർ പക്ഷേ ഈ അന്വേഷണം നടത്തിയതിൽ അവർക്ക് തെളിവുകളടക്കം കൈമാറിയിട്ടും ഈ ആരോപണം ഉന്നയിച്ചയാൾക്കെതിരെ നടപടിയെടുക്കാനാണ് അവർ തയ്യാറായത് എന്നുള്ളൊരു ആരോപണമാണ് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. മാത്രമല്ല, അന്ന് ഈ കൃത്യസമയത്ത് ഈ കണക്കുകൾ അവതരിപ്പിക്കാൻ വൈകി എന്നതിൻ്റെ കാരണം പറഞ്ഞാണ് അന്നത്തെ ഈ പയ്യന്നൂർ MLA ആയിട്ടുള്ള TI മധുസൂദനൻ, മാത്രമല്ല അന്ന് ചില ഏരിയ കമ്മിറ്റി അടക്കമുള്ളവർക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചത്. അന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന TI മധുസൂദനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. കൂടാതെ ഈ വി കുഞ്ഞികൃഷ്ണൻ അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്നു പയ്യന്നൂർ. വി കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. പിന്നീട് 8 മാസത്തോളം പാർട്ടിയിൽ നിന്ന് അകന്ന് കഴിയുകയാണ് കുഞ്ഞികൃഷ്ണൻ ചെയ്തത്. സ്വാഭാവികമായിട്ട് അന്ന് ഈ കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റിയിലെ 17 അംഗങ്ങൾ അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പക്ഷേ പാർട്ടി തയ്യാറായില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.